ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ മെഷേഴ്സ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻ ഇന്ത്യ എന്നുള്ള ഈ ഒരു ഭാഗമാണ്. ഇതിൽ ചില ഭാഗങ്ങളെല്ലാം ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതായത് ഇമ്പോർട്ട് ഫെസിലിറ്റേഷൻ സ്കീമും എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ പോയിൻറ്റ്സുകളും, ദെൻ എക്സ്പോർട്ട് ഹൗസസ് എന്താണെന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ അസിസ്റ്റൻസും ലാസ്റ്റ്ലി മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് വരെയാണ് ക്ലാസ്സിൽ ഇതുവരെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഫോർ എക്സ്പോർട്ട് പ്രൊമോഷനാണ്. ഓർഗനൈസേഷൻ ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ നമ്മുടെ ഈ ഒരു ഇന്ത്യ രാജ്യത്തുള്ള എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് ഏതൊക്കെയെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ബോർഡ് ഓഫ് ട്രേഡ് എന്നുള്ളൊരു ഓർഗനൈസേഷൻ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് മോണിറ്റർ ദി പോളിസീസ് ഫ്രം ടൈം ടു ടൈം. അതായത് എക്സ്റ്റേണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് കിടക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, പഠിക്കുക, അത് മോണിറ്റർ ചെയ്യുക, എന്നിട്ട് ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പോളിസീസ് അതത് സമയത്ത് പുതിയ പുതിയ പോളിസീസും കാര്യങ്ങളും തയ്യാറാക്കുക എന്നുള്ളതാണ് ബോർഡ് ഓഫ് ട്രേഡിൻ്റെ ഉദ്ദേശലക്ഷ്യം. ദെൻ രണ്ടാമതായിട്ടുള്ള മറ്റൊരു ഓർഗനൈസേഷനാണ് ഈ ഒരു എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള മറ്റൊരു ഓർഗനൈസേഷനാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ബോർഡ്. അപ്പോൾ എന്താണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ബോർഡ്? ഇത് ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? അതാണ് തുടർന്ന് പറയുന്നത്. ഫോർ കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഡിഫറെൻറ്റ് അതോറിറ്റീസ് എൻഗേജ്ഡ് ഇൻ എക്സിക്യൂഷൻ ഓഫ് എക്സ്പോർട്ട് റിലേറ്റഡ് മാറ്റേഴ്സ്. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്, ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ ഓർഗനൈസേഷനെ എല്ലാം എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതായത് ഒരുമിച്ച് കൂട്ടുക, അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ബോർഡ്. ദെൻ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് ഈ ഒരു എക്സ്പോർട്ട് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ നൽകും. പിന്നെ മൂന്നാമതായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. സിമ്പിളായിട്ട് പഠിക്കാൻ എളുപ്പമാണ്, കാരണം ഫസ്റ്റത്തേത് ബോർഡ് ഓഫ് ട്രേഡ് ആയിരുന്നു, രണ്ടാമത്തത് എക്സ്പോർട്ട് പ്രൊമോഷൻ ബോർഡാണ്. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്താ വെച്ചാൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലാണ്. എന്താണ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ചെയ്യുന്നത്? ഇവിടെ ചെയ്യുന്നത് ടു സീക്ക് കോഓപ്പറേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് ഇൻ എക്സ്പോർട്ട് ട്രേഡ്. ഈ ഒരു കൗൺസിൽ ഈ ഒരു കൺസ്യൂമേഴ്സിൻ്റെ അടുക്കും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് ഇവരെ ഇടയിൽ നല്ലൊരു കോപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു കോപ്പറേഷൻ എത്രത്തോളം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഈ ഒരു കൗൺസിൽ എന്ത് ചെയ്യും, ആ ഒരു നല്ല രീതിയിലൊരു റിപ്പോർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ഈ ഒരു ഓർഗനൈസേഷന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നാലാമതായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് കമ്മോഡിറ്റി ബോർഡ്. കമ്മോഡിറ്റി ബോർഡ് എന്താ ചെയ്യുന്നത്? ഫോർ പ്രൊമോട്ടിംഗ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് കമ്മോഡിറ്റീസ്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്കൊക്കെ അറിയാം റബ്ബർ ബോർഡ്. റബ്ബർ ബോർഡ് എന്താ ചെയ്യുന്നത്? റബ്ബർ കർഷകരെ സംരക്ഷിക്കുകയും അവർക്കുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷന് ആളുകൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അത് തന്നെയാണ് കമ്മോഡിറ്റി ബോർഡുകൾ. ഉദാഹരണമാണ് റബ്ബർ ബോർഡ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ചെയ്യുന്നത്? ഫോർ പ്രൊമോട്ടിംഗ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് കമ്മോഡിറ്റീസ്. ചില കമ്മോഡിറ്റീസിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ എക്സ്പോർട്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കമ്മോഡിറ്റി ബോർഡ്സ്. പിന്നെ അഞ്ചാമതായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഓർഗനൈസേഷനാണ് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എൻഷുറിംഗ് ദ ക്വാളിറ്റി കൺട്രോൾ ഇൻ എക്സ്പോർട്ടബിൾ ഗുഡ്സ്. എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ, ആ പേരിൽ തന്നെ ഉണ്ട് ഇൻസ്പെക്ഷൻ. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി എന്ത് ചെയ്യുക, ആ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പുവരുത്തുക. കാരണം എല്ലാ പ്രൊഡക്റ്റും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. എക്സ്പോർട്ട് ക്വാളിറ്റി ഗുഡ്സ് തന്നെ വേണം എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ. ആ ഒരു ക്വാളിറ്റി ഗുഡ്സാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ എന്നുള്ളൊരു ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഈ ഒരു ഓർഗനൈസേഷനും എക്സ്പോർട്ടിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ മറ്റൊരു ഓർഗനൈസേഷനാണ് ആറാമത്തേതായിട്ട് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്? ടു പ്രൊവൈഡിങ് ട്രെയിനിങ് ടു പേഴ്സണൽ. അതായത് നമ്മുടെ ഈ ഒരു രാജ്യത്തുള്ള തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിൽ നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിനുള്ളത്. അപ്പോൾ ഈ ഒരു 6 ഓർഗനൈസേഷൻസാണ് നമ്മളിപ്പോൾ ഈ ഒരു പേജിൽ പറഞ്ഞിട്ടുള്ളത്. 6 ഓർഗനൈസേഷനും എന്താണ് മെയിനായിട്ട് മുഖ്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത്? നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ ഈ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സഹായിക്കുന്നവയാണ് ഇവയെല്ലാം. ഇനിയുമുണ്ട് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ, കുറച്ചുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇതിൽ ഒരു 8-10 പോയിൻറ്റ്സെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. എന്താ ഈ ഒരു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനും? ഇതൊരു ഓർഗനൈസേഷൻ തന്നെയാണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്താ ചെയ്യുന്നത്? ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു എക്സ്പോർട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു എക്സ്പോർട്ടേഴ്സ് ആൻഡ് ടു അണ്ടർടേക്ക് ഇൻഷുറൻസ് ഫോർ എക്സ്പോർട്ട് റിലേറ്റഡ് റിസ്ക്. ഈ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനാണ്. അവിടെ അവർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ എക്സ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി, അതായത് കടം ആവശ്യമായി വരികയാണെങ്കിൽ ചില സമയത്ത് അവർക്ക് കടം നൽകും, അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസും അതുപോലെ തന്നെ എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ചെയ്യുന്നത്. ദെൻ മറ്റൊരു ഓർഗനൈസേഷനാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ ട്രേഡ് ഫെയർസ് ആൻഡ് എക്സിബിഷൻ ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ പബ്ലിസിറ്റി. വലിയൊരു പേരാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇനി എളുപ്പമുള്ള ഭാഗങ്ങൾ പഠിച്ചാൽ മതി. കാരണം ഇതിൽ നമ്മൾ 10-12ഓളം ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട്. എല്ലാം പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഒരു 8 എണ്ണമെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ അടുത്തതാണ് എക്സിം ബാങ്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയാണ്. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കുകൾ. ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും 2 രാജ്യങ്ങൾ തമ്മിൽ ആണ് ഡീലിംഗ് നടക്കുന്നത്. അപ്പോൾ എക്സിം ബാങ്കിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കില്ല. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കാൻ കൊണ്ടുവന്ന ഒരു ബാങ്ക് തന്നെയാണ് എക്സിം ബാങ്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ്. എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ നൽകുന്നതും ഇത്തരത്തിലുള്ള ബാങ്കുകളാണ്. ദെൻ 10ാമതായിട്ട് പറയുന്ന മറ്റൊരു ഓർഗനൈസേഷനാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ. അതായത് ടു സെർവ് ആസ് എ കോമൺ കോഓർഡിനേറ്റിംഗ് ഫോറം ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, കമ്മോഡിറ്റീസ് ബോർഡ്, സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. അതായത് ഈ പറയപ്പെട്ടിട്ടുള്ള പ്രൊമോഷൻ കൗൺസിലായിട്ട് പ്രവർത്തിക്കുക. എന്തിനെ? കമ്മോഡിറ്റി ബോർഡ്, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, ഇവരുടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു കോർഡിനേറ്റിംഗ് ഫോറം എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഈ ഒരു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷനാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് സ്പെഷ്യൽ എക്കണോമിക് സോൺ, സെസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്പെഷ്യൽ എക്കണോമിക് സോൺ, ദിസ് ഈസ് എ സ്പെഷ്യലി demarcated area and special policies and laws are framed for it which are not applicable to other areas of the country. അതായത് ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലായിടത്തുമുള്ള അതേപോലെയുള്ള നിയമങ്ങളായിരിക്കില്ല ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ. അവിടെ ചിലപ്പോൾ ടാക്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് കുറവുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഈ ഒരു ഏരിയയിലുണ്ടാവും. ഇപ്പോൾ കൊച്ചിയിലൊക്കെ സെസ് ഉണ്ട്. ആ സെസ്സിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിൽ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും ഒരു എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ തന്നെയാണ്. ദെൻ മറ്റൊന്നാണ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണും അതുപോലെ തന്നെയാണ്. അതായത് ദീസ് ആർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വെർ ഇൻ ദ എൻറ്റയർ പ്രൊഡക്ഷൻ ഈസ് മെൻഡ് ഫോർ എക്സ്പോർട്ട്. ഇതൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ അറിയാം. ഒരുപാട് ഇൻഡസ്ട്രികൾ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാക്കുന്നതാണ്. അവിടെ എന്താ ചെയ്യുന്നത്? വേർ ഇൻ ദ എൻറ്റയർ പ്രൊഡക്ഷൻ ഈസ് മെൻറ്റ് ഫോർ എക്സ്പോർട്ട്. ആ മേഖലയിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്ഷനും എന്തിനു വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്? എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും തന്നെയായിരിക്കും അത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള തന്നെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എക്സ്പോർട്ട് ചെയ്യാൻ എളുപ്പമുള്ള ചില മേഖലകളിൽ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ
അതിലേക്ക് ഉള്ള റോ മെറ്റീരിയൽസ് പെട്ടെന്ന് എത്തിക്കാൻ കഴിയുന്ന സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അതാണ് ഇത്തരത്തിലുള്ള എക്സ്പോർട്ട് പ്രോസസ്സിങ് സോൺ. അവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു 12 പോയിൻറ്റ്സാണ് ഓർഗനൈസേഷൻ ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. അതിലൊരു 6-8 പോയിൻറ്റ്സ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വരിക്കണം. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മളിപ്പോൾ എക്സ്പോർട്ട് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് 6 പോയിൻറ്റ്സുകൾ പഠിച്ചു. അതായത് ഇമ്പോർട്ട് ഫെസിലിറ്റേഷൻ സ്കീമും, എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സും, എക്സ്പോർട്ട് ഹൗസസും, പ്രൊഡക്ഷൻ അസിസ്റ്റൻസും, മാർക്കറ്റിംഗ് അസിസ്റ്റൻസും, ദെൻ അറ്റ് ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻസ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻസും പഠിച്ചു. ഇവയെല്ലാം എന്ത് തന്നെയാണ്? മെഷേഴ്സ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യ രാജ്യത്ത് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ള മെഷേഴ്സുകളാണ്. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു ടോപ്പിക്കിലേക്കാണ്. അതായത് റീസൺ ഫോർ ദി സ്ലോ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യ രാജ്യത്ത് എക്സ്പോർട്ട്, അതായത് കയറ്റുമതിയിൽ ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് വളരെ ചെറിയ ഒരു സ്ലോ ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ. ചെറിയ രീതിയിലുള്ള എക്സ്പോർട്ട് മാത്രമേ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഉണ്ടാകുന്നുള്ളൂ, വളർച്ച മാത്രമേ എക്സ്പോർട്ടിൽ ഉണ്ടാകുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്ത്? റീസൺസ് ഫോർ ദി സ്ലോ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട്സ് ഇൻ ഇന്ത്യ. അതാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഒരു 8 പോയിൻ്റ്. ഈ ഒരു 8 പോയിൻറ്റ്സുകൾ കാരണമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് എക്സ്പോർട്ട് കുറയാൻ കാരണമെന്നാണ് പറയുന്നത്. ഈ 8 പോയിൻറ്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്റ്സുകൾ നിങ്ങളുടേതായിട്ട് ആഡ് ചെയ്യാം. എങ്കിലും ഈ ഒരു പോയിൻറ്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോയിൻറ്റ്സാണ്, അതൊന്ന് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. നമുക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതിനുതകുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. നല്ല പ്രൊഡക്റ്റുകൾ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ സ്ട്രക്ചറിനേക്കാൾ കേമമായതാണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് പുവർ ആണ്, അല്ലെങ്കിൽ ഇന്നാഡിക്വേറ്റ് ആണ് എന്നുള്ള കാരണം കൊണ്ട് ഒരു പരിധിവരെ നമ്മുടെ എക്സ്പോർട്ട് സ്ലോ ഗ്രോത്ത് റേറ്റ് ഓഫ് എക്സ്പോർട്ടായിട്ട് മാറുന്നുണ്ട്. അതായത് എക്സ്പോർട്ടിൻ്റെ ഗ്രോത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മന്ദഗതിയിലായിട്ട് മാറാനുള്ള ഒന്നാമത്തെ കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അപര്യാപ്തത തന്നെയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ലോ ക്വാളിറ്റി ഓഫ് എക്സ്പോർട്ടബിൾ ഗുഡ്സ്. എക്സ്പോർട്ടബിൾ ഗുഡ്സിൻ്റെ ക്വാളിറ്റിയിലുള്ള കുറവും എക്സ്പോർട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും. അതായത് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഗുഡ്സ് ആണെന്ന്. എക്സ്പോർട്ട് ക്വാളിറ്റി ഗുഡ്സ് എന്ന് പറഞ്ഞൊരു ഗുഡ്സ് അത് സെപ്പറേറ്റ് ആയിട്ട് ക്വാളിറ്റി മെഷർ ചെയ്യുമ്പോൾ തന്നെ പറയുന്നതാണ്. അതായത് ഓരോ ഗുഡ്സിനും, ഓരോ സാധനത്തിനും പ്രത്യേകം ക്വാളിറ്റി മെഷർ ചെയ്യുന്ന കമ്പനികൾ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാത്രമേ എക്സ്പോർട്ടിന് സ്വീകരിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലേ എക്സ്പോർട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് സ്ലോ ഗ്രോത്തായിട്ട് നമ്മുടെ എക്സ്പോർട്ട് മാറുന്ന മറ്റൊരു കാരണം. മൂന്നാമതായിട്ട് പറയുന്നത് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എക്സ്പോർട്ടബിൾ ഗുഡ്സ്. എക്സ്പോർട്ടബിൾ ഗുഡ്സിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രൈസും കൂടും, അല്ലേ? നമ്മുടെ കോസ്റ്റ് കൂടുമ്പോൾ വിൽപ്പന നടത്തുന്ന പ്രൈസും കൂട്ടേണ്ടി വരും. അങ്ങനെ ഹൈ പ്രൈസിന് നമുക്ക് വിൽപ്പന നടത്തേണ്ടി വരുന്ന സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിലേറെ ക്യാഷായിട്ട് വരികയാണ് ചെയ്യുക മറ്റുള്ള രാജ്യത്തെത്തുമ്പോഴേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ രാജ്യത്തുള്ള പ്രൊഡക്റ്റ് തന്നെയായിരിക്കും കുറഞ്ഞ വിലക്ക് അവർക്ക് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് ആരും വാങ്ങില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് അവിടെ മാർക്കറ്റ് ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പോർട്ട് അവിടെ സാധ്യത ഇല്ലാതെയായി മാറുകയും ചെയ്യും. നാലാമതായിട്ട് പറയുന്നത് ലാക്ക് ഓഫ് എഫക്റ്റീവ് പ്രൊമോഷൻ. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അറിയല്ലേ, നല്ല പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നല്ല പരസ്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഹൈ ലെവലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ മേ ബി നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡക്റ്റിന് നല്ല മാർക്കറ്റും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ മറ്റുള്ള മൾട്ടിനാഷണൽ കമ്പനികളും മറ്റുമൊക്കെ ചെയ്യുന്ന രീതിയിൽ പല പ്രൊഡക്റ്റിനും നമുക്ക് പരസ്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, പ്രൊമോഷൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടും നമ്മുടെ എക്സ്പോർട്ട് കുറയാനായിട്ട്
കാരണമാകുന്നുണ്ട്. ദെൻ അഞ്ചാമതായിട്ട് പറയുന്ന മറ്റൊരു കാരണം ടൈം ആൻഡ് കോസ്റ്റ് റിലേറ്റഡ് ഡിലേ ഇൻ എക്സ്പോർട്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടൈമിലാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ വിലയിലാണെങ്കിലും വലിയ തോതിൽ ഡിലേ വരുന്നുണ്ട്. അതായത് കാലതാമസം, നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തുന്ന ആ ഒരു ഡിലേ, അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ വരുന്നത് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തുള്ള എക്സ്പോർട്ട് കുറയാനുള്ള മറ്റൊരു കാരണം. then ആറാമതായിട്ട് പറയുന്നത് യൂസ് ഓഫ് ട്രഡീഷണൽ ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ. നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണലായിട്ട് തുടർന്ന് വരുന്ന ടെക്നോളജീസ് തന്നെയാണ്. ഇപ്പോൾ പല വികസിത രാജ്യങ്ങളിലും ടെക്നോളജി അപ് ടു ഡേറ്റ് ആണ്, ഡേ ബൈ ഡേ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ടെക്നോളജിയുമായിട്ട് കടപിടിക്കാൻ നമ്മുടെ ടെക്നോളജിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടും നമ്മുടെ പ്രൊഡക്റ്റിന് ആ ക്വാളിറ്റി കുറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എക്സ്പോർട്ട് അവിടെ മന്ദഗതിയിലാണ് നടക്കുന്നത്. അതൊരു മറ്റൊരു കാരണമാണ്. എന്ത്? യൂസ് ഓഫ് ട്രഡീഷണൽ ടെക്നോളജി. നമ്മൾ ട്രഡീഷണൽ ടെക്നോളജി തന്നെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, മോഡേൺ ടെക്നോളജീസിലേക്ക് നമ്മൾ കിടന്നിട്ടില്ല എന്നുള്ളൊരു കാരണം. ദെൻ പിന്നീട് പറയുന്നതാണ് ഹൈ കോമ്പറ്റീഷൻ ഫ്രം ഫോറിൻ കമ്മോഡിറ്റീസ്. ഫോറിൻ കമ്മോഡിറ്റീസിൽ നിന്നുള്ള ഹൈ കോമ്പറ്റീഷൻ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസ് തന്നെ ഉദാഹരണമായിട്ട് പറയാം. പല രാജ്യങ്ങളിലും അവർക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഉണ്ടാക്കുന്നൊരു ചെറിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു സോപ്പ്, നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഒരു കുടിൽ വ്യവസായമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സോപ്പാന്ന് നോക്കുക. നമ്മൾ നമ്മുടെ മറ്റു രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ, അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ലക്സ്, ഇവരായിട്ട് കിടപിടിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ? അവർ വൻ തോതിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് എന്താവും? അവരുടെ കോസ്റ്റ് കുറക്കാൻ കഴിയും. നമുക്ക് അത്രത്തോളം കോസ്റ്റ് കുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് എത്രയും വില കുറച്ച് കൊടുക്കാൻ കഴിയും, നമുക്കങ്ങനെ വില കുറച്ച് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ടും നമ്മൾ എക്സ്പോർട്ടിലേക്ക് മുതിരാറില്ല. അതാണ് ഹൈ കോമ്പറ്റീഷൻ ഫ്രം ഫോറിൻ കമ്മോഡിറ്റീസ്. ഫോറിൻ കമ്മോഡിറ്റീസിന് നമ്മളുമായിട്ടുള്ള കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലായതുകൊണ്ടും നമ്മുടെ എക്സ്പോർട്ട് കുറയാൻ കാരണമാകുന്നുണ്ട്. ഞാൻ പിന്നീട് പറയുന്നൊരു കാരണമാണ് താരിഫ് ആൻഡ് ട്രേഡ് പോളിസി ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസും അതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസും താരിഫിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഡെവലപ്ഡ് കൺട്രീസിൽ ഇതൊക്കെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ എക്സ്പോർട്ട് ക്യാഷ് കുറച്ചിട്ട് ചെയ്യാൻ കഴിയും. സ്വാഭാവികമായിട്ട് നമുക്ക് അതുപോലെ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പോർട്ട് മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു 8 പോയിൻറ്റ്സാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് സ്ലോ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട്സ് ഇൻ ഇന്ത്യ, അതിൻ്റെ കാരണങ്ങൾ എന്ത്, റീസൺ ഫോർ ദി സ്ലോ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട് ഇൻ ഇന്ത്യ എന്നുള്ളതിൽ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഈ 8 പോയിൻറ്റ്സും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ടും അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എന്നാൽ മറ്റൊരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്പോർട്ടായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്, എങ്കിലും മറ്റൊരു സബ് ഹെഡിങ് തന്നെയാണ് എക്സ്ചേഞ്ച് റേറ്റ്. എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു വാക്ക് തന്നെയാണ് എക്സ്ചേഞ്ച് റേറ്റ്, അല്ലേ? UAE എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ കേട്ടില്ല. എക്സ്ചേഞ്ച് ചെയ്യുക. എന്താ എക്സ്ചേഞ്ച്? നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തുള്ള കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്, അല്ലേ? ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പല ആളുകളും വന്നിട്ട് ഇവിടെ വന്നിട്ട് ക്യാഷ് മാറാറുണ്ട്, അല്ലെങ്കിൽ ദിനാറോ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു രൂപ ഇവിടെ കൊടുത്താൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അതിന് എത്ര രൂപ കിട്ടുക? 20 രൂപ 18 രൂപയൊക്കെ കിട്ടൂലേ? ആ ഒരു മാറ്റം, ആ ഒരു റേറ്റ്, അത് തന്നെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, കറൻസീസ് ആർ ട്രേഡഡ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അറ്റ് ആൻ എക്സ്ചേഞ്ച് റേറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റുകളുണ്ട്. നമ്മൾ ഈ എക്സ്ചേഞ്ച് മാർക്കറ്റുകൾ നമ്മുടെ എല്ലാ അങ്ങാടികളിലും കാണാറുണ്ടല്ലേ? UAE എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ട്രാവൽസ് പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കണിപ്പിലും മൂലയിലും നമ്മൾ എക്സ്ചേഞ്ച് ബോർഡുകൾ വെസ്റ്റേണും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഈ കറൻസീസ് ആർ ട്രേഡഡ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അറ്റ് ആൻ എക്സ്ചേഞ്ച് റേറ്റ്. ഇതൊക്കെ ഈ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അറ്റ് ആൻ എക്സ്ചേഞ്ച് റേറ്റിലാണ്. അവിടെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവും. ആ റേറ്റ് ഇപ്പോൾ അമേരിക്കൻ്റെ ഡോളർ ആണെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതിന് എത്ര രൂപ കിട്ടുമെന്നുള്ളൊരു റേറ്റ് ഉണ്ടാവും. അങ്ങനെ ആ ഒരു അറ്റ് ആൻ എക്സ്ചേഞ്ച് റേറ്റിലാണ് ഈ ഒരു മാർക്കറ്റിൽ കറൻസീസ് ട്രേഡ് ചെയ്യുന്നത്. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അതർ. എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയും, എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് വൺ കറൻസി, ഒരു കറൻസിയുടെ പ്രൈസ്, ഇൻ ടേംസ് ഓഫ് അതർ കറൻസി, മറ്റൊരു കറൻസിയുടെ മേലിൽ നമ്മൾ
ഒരു കറൻസിയുടെ പ്രൈസ് പറയുകയാണെങ്കിൽ ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനിയും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ഇൻ ദ ഹോം കറൻസി ഫോർ എ യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. അതായത് ഒരു വിദേശ നാണയത്തിന് നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്ന മൂല്യം അല്ലെങ്കിൽ വില, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ദിർഹം അല്ലെങ്കിൽ ഒരു ദിനാറിന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന 18 രൂപയോ 10 രൂപയോ ഒക്കെ കൊടുക്കുന്നുണ്ട്, ഒന്നിന് പകരം 10 ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു റേറ്റ് തന്നെയാണ് എന്ത് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് വൺ നാഷണൽ കറൻസി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ നാഷണൽ കറൻസി. ഓക്കെ, ഈ റേറ്റിലാണ് ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസി ആക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നത്. അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ടു ബൈ $1 വി നീഡ് ടു പേ 70. അതായത് US-ലുള്ള ഒരു ഡോളർ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ എത്ര രൂപ കൊടുക്കണം, 70 രൂപ കൊടുക്കണം. അപ്പം ദസ് 70 US is 1. അതായത് ഡയറക്റ്റ് കൊട്ടേഷനും അത് പിന്നീട് പറയാം, ഡയറക്റ്റ് കൊട്ടേഷനും ഫ്ലോട്ടിംഗ് കൊട്ടേഷനും ഒക്കെ നമുക്ക് പറയാണ്ട്. സിമ്പിളായിട്ട് ഇത്ര പഠിക്കുക, 70 രൂപ ഇന്ത്യൻ റുപ്യ കൊടുത്താലാണ് നമുക്ക് 1 രൂപ $US കിട്ടുകയുള്ളൂ. അത്തരത്തിലുള്ള ആ ഒരു വ്യത്യാസം, അതിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് എക്സ്ചേഞ്ച് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ ചുവടെ നൽകിയിട്ടുള്ള ഒരു ഡയറക്റ്റ് കൊട്ടേഷൻ എന്താ നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചാൽ അത് ഈ എക്സ്ചേഞ്ച് റേറ്റിലുള്ള സിസ്റ്റമാണ്. അടുത്ത് നമ്മൾ അത് തന്നെയാണ് പഠിക്കുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് റെജിംസ് എന്ന് നമ്മൾ പറയും. അതിൽ an exchange rate regime is the way an authority determines and manages its currency in relation to other currency. അതായത് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ is the way an authority determines and manage its currency in relation to other currency. അതായത് നമ്മുടെ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തുള്ളൊരു കറൻസി ആണെങ്കിൽ ഈ കറൻസിയുടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള അതോറിറ്റി ഡിറ്റർമിൻ ചെയ്യും എന്ത്, കറൻസി ഇൻ റിലേഷൻ ടു അതർ കറൻസീസ്. നമ്മുടെ രാജ്യത്തുള്ള കറൻസിയും മറ്റു കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു റേറ്റും കാര്യങ്ങളും അതോറിറ്റീസാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനെയാണ് ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു അതോറിറ്റിയുടെ ആ സിസ്റ്റം, അത് തന്നെയാണ് എക്സ്ചേഞ്ച് റേറ്റ് റെജിം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയും. അത് തന്നെ പല രീതിയിലുണ്ട്. നമ്മുടെ രാജ്യത്തെ അതോറിറ്റീസ് തീരുമാനിക്കുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീരുമാനിക്കുന്നതൊക്കെയുണ്ട്. അതാണ് ചുവടെ നൽകിയിട്ടുള്ളത്. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതിൽ തന്നെ 2 രീതികളുണ്ട്. ദർ ആർ 2 മേജർ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫസ്റ്റ് വൺ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും. എന്താണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം? ഫസ്റ്റ് വൺ, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അണ്ടർ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം the exchange rate is determined by the monetary authority. അതായത് ഗവൺമെൻറ് will fix the exchange rate. At this rate all exchange transactions take place. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതായത് ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി മോണിറ്ററി അതോറിറ്റി. നമ്മുടെ രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റി, അതായത് നമ്മുടെ കാര്യത്തിൽ പണപരമായിട്ടുള്ള കാര്യത്തിൽ അതോറിറ്റി ആര് തന്നെയാണ്, ഗവൺമെൻറ് തന്നെയാണ്. ദ ഗവൺമെൻറ് വിൽ ഫിക്സ് ദി എക്സ്ചേഞ്ച് റേറ്റ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ RBIയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ എടുക്കുന്ന റേറ്റും കാര്യങ്ങളുണ്ട്. അവർ ഫിക്സ് ചെയ്യുന്ന റേറ്റ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ചാർജ് അവർ ഫിക്സ് ചെയ്ത് വെക്കും ചില സമയത്ത്. അതിനെയാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയും. ഇന്ത്യ രാജ്യത്തിന് ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടാവാം, മറ്റു രാജ്യങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടാവും. അത്തരത്തിൽ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി മോണിറ്ററി അതോറിറ്റി. അറ്റ് ദിസ് റേറ്റ് ഓൾ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ്. ആ ഒരു റേറ്റിന് മാത്രമാണ് എല്ലാ ട്രാൻസാക്ഷനും പിന്നീട് അവിടെ നടക്കുന്നത്. അതാണ് എന്ത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇനി രണ്ടാമതായിട്ടുള്ള മറ്റൊരു സിസ്റ്റമാണ് ഫ്ലെക്സിബിൾ ഓർ ഫ്രീ അല്ലെങ്കിലോ
or floating exchange rate system. Flexible exchange rate system എന്ന് പറയും, ഫ്രീ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയും, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒന്നാണ് എന്ത്. അണ്ടർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് റെജിം, എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. സിമ്പിളായിട്ട് പഠിച്ചോ, എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇവിടെ ഗവൺമെൻറ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള റേറ്റ് ഫിക്സ് ചെയ്യാണോ? അല്ല. ഇവിടെ റേറ്റ് ആരാണ് ഫിക്സ് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മാർക്കറ്റിലുള്ള രണ്ട് ഫോഴ്സുകളാണ് ഡിമാൻഡ് അതുപോലെ സപ്ലൈ എന്നുള്ളത് നമുക്കറിയാം. ആ ഡിമാൻഡും സപ്ലൈയുമാണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ചിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ചില കറൻസീസിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും, അതിൻ്റെ സപ്ലൈ കുറവുമാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? മേ ബി അവിടെ ഹൈ റേറ്റ് ആയിരിക്കും. ഇനി ഒരു കറൻസിക്ക് ഡിമാൻഡ് വളരെ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ റേറ്റ് കുറയും. അങ്ങനെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച് റേറ്റിൽ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങൾ കണ്ടോ, ഫ്ലോട്ടിംഗ് ഓർ ഫ്രീ ഓർ ഫ്ലെക്സിബിൾ, അവിടെ റിജിഡ് ആയിട്ടുള്ള ഒന്നല്ല. ഡിമാൻഡും സപ്ലൈയും ആനുപാതികമായിട്ടായിരിക്കും ആ ഒരു കറൻസീസിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുക. അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന റേറ്റാണ് എന്ത്? ഫ്ലെക്സിബിൾ ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അവിടെ തുടർന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നത് എന്താണ്? ദ മോണിറ്ററി അതോറിറ്റി ഡസ് നോട്ട് ഇൻ്റർവെയിൻ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അവിടെ മോണിറ്ററി അതോറിറ്റി ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ, എന്ത്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ രണ്ട് രീതിയിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫിക്സ്ഡ് ആണെങ്കിൽ അവിടെ മോണിറ്ററി അതോറിറ്റി തന്നെ ഒരു റേറ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുക. എല്ലാ ട്രാൻസാക്ഷനും അതിനാനുപാതികമായിട്ടാണ് നടക്കുക. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ മാർക്കറ്റിലുള്ള രണ്ട് ഫോഴ്സസ് ആണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് ആനുപാതികമായിട്ടുള്ള റേറ്റാണ് ഓരോ ട്രാൻസാക്ഷനും വരിക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി ഈ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും അതുപോലെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും പഠിക്കുന്ന സമയത്ത് ഇവ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസും കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചാൽ ഒന്നുകൂടി നന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്തതായിട്ട് ആ ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റും. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അണ്ടറിൽ പറയുന്നത്, അണ്ടർ ദിസ് സിസ്റ്റം ദർ ഈസ് കംപ്ലീറ്റ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഈ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അതായത് നമ്മൾ തന്നെ പറഞ്ഞു, അവിടെ ഫിക്സഡ് ആയിട്ടൊരു റേറ്റ് ആരാണ്? മോണിറ്ററി അതോറിറ്റിയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട്. എന്നാൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിലോ, അണ്ടർ ദിസ് സിസ്റ്റം ദ മാർക്കറ്റ് ഈസ് അലൗഡ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്രീലി. ഇവിടെ പറയുന്നത് ദ മാർക്കറ്റ് ഈസ് അലൗഡ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്രീലി. മാർക്കറ്റാണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് മാർക്കറ്റിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഇവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്, അല്ലാതെ ഗവൺമെൻറ്റിന് അവിടെ യാതൊരു റോളും ഇല്ല. ദെൻ രണ്ടാമത്തെ ഡിഫറൻസ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ പറയുന്നത്, ഗവൺമെൻറ് ഓർ സെൻട്രൽ ബാങ്ക് ഡിറ്റർമൈൻ ദ ഒഫീഷ്യൽ എക്സ്ചേഞ്ച് റേറ്റ്. ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കോ ആണ് ഒഫീഷ്യൽ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൽ. എന്നാൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിലോ, ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റിലുള്ള ടു ഫോഴ്സസ് ആണ്, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ദെൻ മൂന്നാമത്തെ ഡിഫറൻസ് പറയുന്നത്, ഇഫ് ഡ്യൂ ടു എനി റീസൺ ദ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ്, ഗവൺമെൻറ് ഇൻ്റർവെൻസ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇക്വിലിബ്രിയം പ്രിഡിറ്റർമൈൻഡ് ലെവൽ ഈസ് മെയിൻറ്റൈൻഡ്. എന്തെങ്കിലും മാർക്കറ്റിൽ എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അവിടെ ഗവൺമെൻറ് ഇൻ്റർവെൻ ചെയ്യും. എന്നിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും, ഗവൺമെൻറ് ഇത്രേ പാടുള്ളൂ എന്നുള്ളത്, അതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് റേറ്റിൽ ഗവൺമെൻറ് മാറ്റങ്ങൾ വരുത്തും. എന്നാലോ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ചിലോ, ഇഫ് ഡ്യൂ ടു എനി റീസൺ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫ്ലക്ച്വേറ്റ്, ദ ഗവൺമെൻറ് നെവർ ഇൻ്റർവെൻസ് ആൻഡ് അലൗ ദ മാർക്കറ്റ് ടു ഫങ്ഷൻ ആൻഡ് ഡിറ്റർമൈൻ ദ ട്രൂ വാല്യൂ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഈ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കൊന്നും ഗവൺമെൻറ് യാതൊരു നടപടികളും ഇവിടെ സ്വീകരിക്കുന്നില്ല, അതൊക്കെ മാർക്കറ്റിലേക്ക് തന്നെ വിട്ടുകൊടുക്കും. മാർക്കറ്റിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഇക്വലൈസ് ചെയ്ത് കൊണ്ടുവരികയാണ് അവിടെ ചെയ്യുന്നത്. നാലാമതായിട്ടുള്ള ഡിഫറൻസ് പറയുന്നത്, ദ ഓൺലി മെറിറ്റ് ഓഫ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഈസ് ദാറ്റ് ഇറ്റ് അഷ്യൂർ ദ സ്റ്റെബിലിറ്റി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്.
ടു പ്രിവെൻറ്റ് ബോത്ത് കറൻസി അപ്രീഷിയേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ. ഈ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഒരൊറ്റ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ റേറ്റ് എപ്പോൾ എന്തായിരിക്കും, ഇറ്റ് അഷ്വർ ദ സ്റ്റെബിലിറ്റി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഈ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ആ റേറ്റിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, സ്ഥിരത ഉണ്ടാവും, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. എന്നാൽ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ എന്തായിരിക്കും, ദ ഓൺലി ഡിമെറിറ്റ് ഓഫ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഈസ് ദാറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫ്ലക്ച്വേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് എന്തായിരിക്കും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു റേറ്റ് കണ്ട് മാർക്കറ്റിൽ ഒരു നാണയം ഇപ്പോൾ നമ്മൾ മറ്റൊരു മൂല്യമുള്ള മറ്റൊരു കറൻസിയിലേക്ക് മാറ്റാൻ പോവായിരിക്കും. വീട്ടിൽ നിന്ന് കണ്ടിട്ട് ഇപ്പോൾ അത് മാറ്റാൻ നിൽക്കുന്ന സമയത്ത്, നമ്മൾ മാറ്റുന്ന സമയത്ത് അതിൻ്റെ റേറ്റും ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഫ്ലോട്ടിംഗ് ആണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്തിൽ, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ. എന്നാൽ ഫിക്സ്ഡിൽ അത് മാറുകയില്ല. ഈ ഒരു 4 ഡിഫറൻസുകളാണ് നമുക്ക് അവ തമ്മിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിലെടുക്കുന്നത്. എല്ലാവരും ക്ലാസ് നല്ല രീതിയിൽ കേൾക്കുക, നോട്ട് തയ്യാറാക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ബാക്കി ഭാഗങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ see you.